ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 256 വാല്യം 6. ഈശോ തൻ്റെ സഹോദരൻ ജെയിംസിനോടുകൂടെ കർമ്മല മലയിലേക്ക് പോകുന്നു. ഞാൻ തിരിച്ചു വരുന്നതുവരെ എസ്തരലോണിലെ സമതലത്തിൽ സുവിശേഷം അറിയിക്കുക. കീഷോണിന്റെ തീരത്ത് നിന്ന് അപ്പവും പഴങ്ങളും അടങ്ങുന്ന ലഘുഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോ അപ്പസ്തോലന്മാരോട് കൽപ്പിക്കുന്നു. അപ്പസ്തോലന്മാർക്ക് വലിയ ഉത്സാഹം കാണുന്നില്ല. എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞുകൊടുത്തും ഈശോ അവരെ ധൈര്യപ്പെടുത്തുകയാണ്. എന്തു വന്നാലും എൻ്റെ അമ്മ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. അവൾ നിങ്ങൾക്ക് നല്ല ഉപദേശം തരും. യോവന്നായുടെ കൃഷിക്കാരുടെ പക്കലേക്ക് പോകൂ. സാബത്തിൽ ഡോറാസിന്റെ കൃഷിക്കാരോടും സംസാരിക്കുവാൻ ശ്രമിക്കുക. അവർക്ക് കുറച്ച് സഹായം ചെയ്യണം. മാർജിയാമിന്റെ ബന്ധുവിനോട് അവന്റെ വിവരങ്ങൾ പറയുക. അയാളെ സാന്ത്വനപ്പെടുത്തി സംസാരിക്കണം. കൊച്ചുമകനെ കുടാരത്തിരുനാളിന് കൊണ്ടുപോകുന്നുണ്ടെന്ന് അറിയിക്കണം. നിങ്ങൾക്കുള്ളതെല്ലാം ഔദാര്യത്തോടെ ദരിദ്രർക്ക് കൊടുക്കുക. നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം അവരോട് പറയുക. നമ്മൾക്കുള്ള പണവും അവരുടെ സമ്പൂർണ്ണ സ്നേഹവും അവർക്ക് നൽകുക. ഭയപ്പെടേണ്ട, പണം പോകുന്നത് പോലെ തന്നെ വരും. അപ്പവും പഴവും മാത്രം കഴിച്ച് നമുക്ക് ജീവിക്കേണ്ടി വന്നാലും നമ്മൾ ആരും പട്ടിണി കൊണ്ട് മരിക്കുകയില്ല. ആളുകൾക്ക് വസ്ത്രം ആവശ്യമാണെന്ന് കണ്ടാൽ അത് കൊടുക്കുക. എൻ്റേത് ആദ്യം കൊടുക്കുക. നമ്മൾ നഗ്നരായി തീരുകയില്ല. ഇതിനെല്ലാം ഉപരി ചെയ്യുവാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. അമ്മേ, ഞാൻ പോകട്ടെ. എൻ്റെ അധരങ്ങളിലൂടെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. യാതൊരു ഭയവും കൂടാതെ പോകുക. ജെയിംസേ, വരൂ. നിന്റെ സഞ്ചി എടുക്കുന്നില്ലേ? ഈശോ അതെടുക്കാതെ പോകുന്നത് കണ്ട് തോമസ് ചോദിക്കുന്നു. എനിക്കത് ആവശ്യമില്ല. കൂടുതൽ സ്വതന്ത്രമായി നടക്കാൻ കഴിയും. ജെയിംസും അവൻ്റെ സഞ്ചി എടുക്കുന്നില്ല. അവൻ്റെ അമ്മ അതിൽ അപ്പവും വെണ്ണയും പഴങ്ങളും നിറച്ചു വച്ചിട്ടുണ്ട്. കീഷോണിന്റെ തീരത്തുകൂടി അവൻ കുറച്ചു ദൂരം നടന്നു. പിന്നീട് കർമ്മല മലയിലേക്ക് നയിക്കുന്ന ആദ്യത്തെ ചെരുവിൽ കൂടെ കയറുകയാണ്. കൂടെ ഉണ്ടായിരുന്നവർക്ക് അവരെ കാണാൻ സാധിക്കാതെയായി. അമ്മേ, ഞങ്ങളിപ്പോൾ നിന്റെ കൈകളിലാണ് നയിക്കുക. കാരണം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പത്രോസ് വിനയപൂർവ്വം തുറന്നു പറയുന്നു. മേരി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, അത് വളരെ ലളിതമാണ്. അവന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ എല്ലാം നന്നായിട്ടായിരിക്കും ചെയ്യുക. നമുക്ക് പോകാം. ഈശോ സഹോദരൻ ജെയിംസിനോടുകൂടെ മല കയറുന്നു. ഈശോ ഒന്നും സംസാരിക്കുന്നില്ല. ജെയിംസും സംസാരിക്കുന്നില്ല. ഈശോ ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. ഒരു വെളിപാടിന്റെ വക്കിൽ വന്ന് നിൽക്കുന്നത് പോലെ അനുഭവപ്പെടുന്ന ജെയിംസ് വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ ഇടയ്ക്ക് ഈശോയെ നോക്കുന്നുണ്ട്. ചിന്താഗ്രസ്തമായ പുഞ്ചിരിയാൽ ഈശോയുടെ മുഖം തെളിയുന്നു. അത് കാണുമ്പോൾ മനുഷ്യനായിട്ടില്ലാത്ത ദൈവത്തെ തന്നെ നോക്കുന്നത് പോലെയാണ് ജെയിംസ് നോക്കുന്നത്. രൂപത്തിലും ഭാവത്തിലും വിശുദ്ധ ജോസഫിനോട് സാധർമ്യമുള്ള ജെയിംസിന്റെ ചെമന്ന കവിൾത്തടം വികാരാധിക്യത്താൽ വിളറുന്നു. എന്നാൽ ഈശോയുടെ മൗനത്തെ ബഹുമാനിച്ച് ഒന്നും പറയുന്നില്ല. ഓക്ക് വൃക്ഷങ്ങളുടെയും മറ്റു വൃക്ഷങ്ങളുടെയും കീഴിലുള്ള പച്ച പുൽത്തകിടികളിൽ ആടുകളെ മേയ്ക്കുന്ന ഇടയന്മാരെ ശ്രദ്ധിക്കാതെ തൂക്കായ കുറുക്കുവഴികളിലൂടെ അവർ കയറുന്നു. മേലങ്കി കുറ്റിച്ചെടികളിൽ ഉരസുന്നുണ്ട്. മരമെട്ടുകാരെയും ആട്ടിടയന്മാരെയും പിന്നിലാക്കിക്കൊണ്ട് മുകളിലേക്ക് കയറി പർവ്വതത്തിന്റെ ഉച്ചിയിൽ എത്തുന്നു. പരന്ന സ്ഥലം, വൻവൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന മനോഹരമായ സ്ഥലം. മലഞ്ചെരുവുകളിൽ വളരുന്ന വൃക്ഷങ്ങളുടെ തലപ്പ് കൊണ്ടാണ് ആ സ്ഥലത്തിന് അടിത്തറ പാകിയിരിക്കുന്നതെന്ന് തോന്നും. ഒരു നേരിയ മർമ്മര ശബ്ദത്തിലാണ് പുൽത്തകിടി വിശ്രമിക്കുന്നത്. പർവ്വതത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെട്ട മരച്ചില്ലകൾ കൊണ്ട് അത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ പിന്നിൽ ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളോട് കൂടിയ കൊടുമുടി. മുമ്പിൽ ഇടമുറിയാതെ നിൽക്കുന്ന വിശാലമായ ചക്രവാളം. അസ്തമയ സൂര്യന്റെ ചെങ്കതിരുകൾ തട്ടി ചെമപ്പായ സമുദ്രം അങ്ങകലെ വരെ പരന്ന് വ്യാപിച്ചു കിടക്കുന്നു. കൊടുമുടിയിൽ ഒരു വലിയ വിള്ളൽ കാണുന്നു. അത് വിണ്ടുകീറി നിലം പൊത്താതെ നിൽക്കുന്നത് ഭീമാകാര ഓക്ക് വൃക്ഷങ്ങളുടെ തടിച്ച വേരുകൾ ചുറ്റിപ്പിണഞ്ഞ് അതിനെ പിടിച്ചു നിർത്തുന്നത് കൊണ്ടാണ്. ഇനിയും മുകളിലേക്കുള്ള വഴി വളരെ ഇടുങ്ങിയതും
നീളമുള്ളതുമാകുന്നു. ഈശോ പറയുന്നു, എൻ്റെ പ്രിയ സഹോദര ജെയിംസേ, ഇന്ന് രാത്രി നമുക്കിവിടെ ചെലവഴിക്കാം. നമ്മൾ വളരെ ക്ഷീണിതരാണെങ്കിലും രാത്രി മുഴുവൻ നമുക്ക് പ്രാർത്ഥനയിൽ ചിലവഴിക്കാം. ഈ രാത്രി മാത്രമല്ല, നാളെ പകലും ഈ സമയം വരെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നത് സ്വീകരിക്കുന്നതിന് ഒരുങ്ങാൻ ഒരു ദിവസത്തെ പ്രാർത്ഥന തന്നെ മതിയാകുകയില്ല. എൻ്റെ കർത്താവും ഗുരുവുമായ ഈശോയെ, നീ ആവശ്യപ്പെടുന്നത് ചെയ്യാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്. ജെയിംസ് മറുപടി പറഞ്ഞു. ഈശോ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ജെയിംസ് ആകെ വിളറി തുടങ്ങി. എനിക്കറിയാം, നമുക്ക് കാട്ടിൽ നിന്ന് കുറേ ഞാറപ്പഴവും ബില്ലപ്പഴവും ബ്ലാക്ക്ബെറീസ് ബിൽബെറീസ് ശേഖരിച്ച് ഭക്ഷിക്കാം. ആ അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്യാം. അങ്ങനെ ക്ഷീണം തീരട്ടെ. നിന്റെ പുറങ്കുപ്പായം ഈ ഗുഹയിൽ വയ്ക്കുക. ആരും അതെടുത്തുകൊണ്ട് പോകുകയില്ല. രണ്ടുപേരും കൂടെ കൊടുമുടിയുടെ ചുറ്റും നടന്ന് കുറ്റിച്ചെടികളിൽ നിന്ന് പഴങ്ങൾ ശേഖരിക്കുകയും അവർ കയറി വന്നതിൻ്റെ എതിർവശത്ത് കുറച്ച് താഴെയുള്ള അരുവിയിൽ നിന്ന് കുടുക്കയിൽ വെള്ളം നിറയ്ക്കുകയും ചെയ്യുന്നു. സ്ഥലം ഉയരമുള്ളതാണെങ്കിലും അപ്പോഴും ചൂടുണ്ട്. വീണ്ടും അവർ കണ്ടുപിടിച്ച പുൽപ്പരപ്പിലേക്ക് കയറുകയാണ്. അസ്തമയ സൂര്യൻ എല്ലാം ചെമ്മപ്പാക്കി മാറ്റിയിട്ടുണ്ട്. അവർ രണ്ടുപേരും രണ്ട് കൊച്ചുകുട്ടികളെ പോലെയും രണ്ട് ദേവദൂതന്മാരെ പോലെയും പരസ്പരം നോക്കി പുഞ്ചിരി തൂകിക്കൊണ്ട് ശേഖരിച്ച പഴങ്ങൾ ഭക്ഷിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്നു. വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. സമതലത്തിൽ നിർത്തിയിരിക്കുന്നവരെ അനുസ്മരിക്കുന്നു. ദിവസത്തിൻ്റെ മനോഹാരിതയെപ്പറ്റി ആശ്ചര്യപ്പെടുന്നു. രണ്ടുപേരുടെയും അമ്മമാരുടെ പേര് പറയുന്നു. അത്രമാത്രം. പിന്നെ ഈശോ ജെയിംസിനെ തന്നോട് ചേർത്ത് അടുപ്പിച്ച് നിർത്തുന്നു. ജോൺ ഈശോയുടെ നെഞ്ചിന് മുകൾ ഭാഗത്ത് വിശ്രമിക്കുന്ന രീതിയിൽ ഒരു കൈ തൂക്കിയിട്ടിരിക്കുകയാണ്. മറ്റേ കൈ ഈശോയുടെ കയ്യിൽ വച്ചിരിക്കുന്നു. കുറ്റിക്കാട്ടിൽ പക്ഷികൾ ചിലച്ചുകൊണ്ട് പറക്കുകയാണ്. കന്നുകാലികളുടെ മണിമുഴക്കം അകന്നകന്ന് വിദൂരതയിൽ ഇല്ലാതാകുന്നു. മന്ദമാരുതൻ വൃക്ഷത്തലപ്പുകളെ തലോടിക്കൊണ്ട് ചൂടിന് ശമനം വരുത്തുകയും രാത്രിയിൽ മഞ്ഞുതുള്ളികൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. രണ്ടു പേരും നിശ്ചലരായിരിക്കുകയാണ്. ആ ഇരിപ്പ് കുറേയധിക സമയം ഇരിക്കുന്നു. അധരങ്ങൾ നിശബ്ദമാണെങ്കിലും ആത്മാക്കൾ അതിസ്വാഭാവിക സംഭാഷണത്തിൽ വ്യാപൃതമാണ് എന്ന് ഞാൻ കരുതുന്നു.